ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ബീഹാറിലെ എൻഡിഎയുടെ വിജയം അസ്വാഭാവികമാണ്, അസാധാരണമാണ്. 2021 ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന പാർട്ടി 26 എന്ന സംഖ്യയിലേക്ക് ചുരുങ്ങുന്നു. കോൺഗ്രസ് ആകട്ടെ 19 നിന്ന് 6 പ്രതിപക്ഷത്തിന്റെ അക്കൗണ്ട് തുടച്ചു നീക്കപ്പെട്ടു. SIR എന്നത് ഭരണപക്ഷത്തിന് ഭരണത്തിൽ തുടരാനുള്ള സഖ്യകക്ഷി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രക്രിയ എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എങ്ങനെയാണ് ഒരു മുന്നണിക്ക് 90% വിജയം ലഭിക്കുകയെന്ന് രോഷം കൊള്ളുന്നു കോൺഗ്രസ്. ഇന്ത്യ മുന്നണിയിൽ നിന്നും കടുപ്പിച്ചു പറഞ്ഞത് അഖിലേഷ് യാദവാണ്. ബീഹാറിൽ ഇടതിനും ചെറുതല്ല കിട്ടിയ അടി. ബീഹാറിലെ BJP തന്ത്രങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളും യഥാർത്ഥത്തിൽ ഒരുപോലെ ആശങ്കപ്പെടുന്നുണ്ടോ? അടിയോടെ അറുത്തിടുമ്പോൾ പരിഹാസവും അധിക്ഷേപവും രാഹുലിലേക്ക് നീളുന്നത് മഹാസഖ്യത്തിൽ ഉൾപ്പെട്ടവരിൽ നിന്നാണ്. വോട്ട് അധികാര യാത്രയിൽ നിന്നും വോട്ടുകളുടെ ആരോപണത്തിൽ നിന്നും അകന്നു നിന്നവർ ഇപ്പോൾ പരാജയത്തിന് രാഹുൽ എന്ന ഒറ്റ കുറ്റവാളിയെ കണ്ടെത്തിയ ആവേശത്തിലാണ്. അയാൾ കൊണ്ട മഴയ്ക്കും അയാൾ കൊണ്ട വെയിലിനും സത്യസന്ധതയുടെ തെളിച്ചമുണ്ട്. വിധി ദിവസം പരിഹാസത്തിന് വൈകാത്തവരുടെ ദുഷ്ടലാക്ക് തെളിയുകയല്ലേ? വോട്ട് കൊള്ളയോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് VR അനൂപ്, CPM-ൽ നിന്നും ഡോക്ടർ നിതീഷ് നാരായണൻ, വരദ നിരീക്ഷകൻ AK അനുരാജ്, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അനൂപിലേക്ക് പോകുന്നു. അനൂപ്, ഇന്ന് ഹൈക്കമാൻഡ് യോഗം ചേർന്നു. ബീഹാറിലെ ചുമതലയുള്ളവരടക്കം പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിന് ശേഷം KC വേണുഗോപാലാണ് പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി പ്രതികരിക്കാതെ പോവുകയാണ് ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിലയിരുത്തൽ? ഈ പറഞ്ഞ വോട്ട് കൊള്ളയുണ്ട്, SIR ഉണ്ട്, ഇത് പുറത്തേക്ക് പറയുന്ന കാരണങ്ങളാണ്. അതല്ലാതെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ എത്രത്തോളം ആത്മവിമർശനത്തോടെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? സ്മൃതി, കോൺഗ്രസ് ഇന്ത്യയിൽ തോൽക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ വാഷ് ഔട്ട് ചെയ്യപ്പെട്ടൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി തോൽക്കുന്നു, സഞ്ജയ് ഗാന്ധി തോൽക്കുന്നു. പക്ഷെ അന്നൊന്നും ഇത്ര ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് അതിന് ശേഷവും തോറ്റിട്ടുണ്ട്, കനത്ത പരാജയങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്, അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഇത് ആദ്യമായില്ലല്ലോ. ഹരിയാനയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ വളരെ കൃത്യമായി ലഭ്യമായ തെളിവുകളുടെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് രാഹുൽ ഗാന്ധി നിതീഷ് കുമാർ എന്ന് പറയുന്നതിലും എത്രയോ മടങ്ങ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് സംസാരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചത് കേവലം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെയോ ജയത്തിൻ്റെയോ പ്രശ്നമല്ലെന്നേ. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിലനിൽക്കണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം നിലനിൽക്കണം. ഇങ്ങനെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന പ്രമേയമായി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, സ്വതന്ത്രവും നീതിപൂർവവുമായൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉയർത്തിയതാണ് രാഹുൽ ഗാന്ധി. ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ എന്ന് പറയുന്നത് പ്രഥമവും പ്രധാനവുമായ മുദ്രാവാക്യമായി ഞങ്ങൾ ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാജ്യത്തെ, ഇന്ത്യ എന്ന് പറയുന്ന ആശയം രൂപീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യയിലെ ജനാധിപത്യത്തെ പ്രയോഗവൽക്കരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തുവാനുള്ള സവിശേഷമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് പല ആളുകളും വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾ വോട്ട് ചോരിയെ കുറിച്ച് മാത്രം പറഞ്ഞ് ഈ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് നിരന്തരം ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഇനിയും ഞങ്ങൾ വിളിച്ചു പറയും. കാതുകളിൽ ചെന്ന് പതിക്കേണ്ടതുണ്ട്, അതവർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഈ വോട്ടർ അധികാർ യാത്രയുമായി കടന്നുപോയ 25 ജില്ലകൾ, 100 മണ്ഡലങ്ങൾ, അവിടെയും നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് ജനങ്ങളിലേക്ക് എത്താത്തത്? അതൊരു വിഷയമല്ലേ? അതിൽ ഒരു മറുപടി വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു? മുന്നണിയിലെ കെട്ടുറപ്പ് എത്രത്തോളം ഉണ്ടായിരുന്നു? നിങ്ങൾ 11 പരസ്പരം മത്സരിച്ചില്ലേ? അപ്പുറത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു മത്സരം കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. സ്വയം വിമർശനത്തിൽ ഉരുത്തിരിഞ്ഞ മറുപടികളുണ്ടോ? തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകുമ്പോൾ അതിനകത്ത് സ്വയം വിമർശനം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായും അനിവാര്യമായ ഒരു പ്രക്രിയയാണ്. അതിലൊന്നും സംശയമില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് സഖ്യകക്ഷി മുന്നണി രൂപീകരണത്തിൽ, മുന്നണിയുടെ കെട്ടുറപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പ്രചരണ പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഈ പരാജയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിച്ചതേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. അതിനെയൊക്കെ അതിലംഘിക്കുന്ന വലിയൊരു ഇലക്ഷൻ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്കൾ പോലും
പറയുന്നത് എന്താ? ഇവിടെ ഈ പറയുന്ന തുടക്കത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രയത്നത്തെയൊക്കെ ശ്ലാഘിച്ച നിങ്ങളടക്കം പറയുന്നത് ജനങ്ങൾ നിരാകരിച്ചു എന്നാ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നേ ഇല്ല. ഇത് ജനങ്ങൾ നിരാകരിച്ചതല്ല, വലിയൊരു മാൽ പ്രാക്ടീസ് നടന്നിരിക്കുന്നു. താങ്കൾ ഈ 68 ലക്ഷം എന്ന് പറയുന്ന നമ്പറിനെ ചെറുതായി കാണരുത്. 68.69 തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വലിയ 69 ലക്ഷത്തിൽ തൊട്ട് താഴെ നിൽക്കുന്ന വോട്ടർമാരെ വെട്ടിമാറ്റി എന്ന് പറയുമ്പോൾ അതൊരു ആവറേജ്. ബീഹാറിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ആവറേജ് 20,000-അടുത്ത് വരും. അതുകൂടാതെ ഇതിന് ശേഷം 21 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ആവറേജ് 6,000-ന്റെ അടുത്ത് വരും. അപ്പോൾ ഒരു മണ്ഡലത്തിനകത്ത് 26,000 വോട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ജയപരാജയങ്ങളെയും നിർണ്ണയിക്കാൻ പര്യാപ്തമായ ഒന്നാണ്. അപ്പോൾ അത്തരം ഒരു യാഥാർത്ഥ്യം, ഡാറ്റ വളരെ കൃത്യമായി ഈ 68 ലക്ഷത്തിൻ്റെയും 21 ലക്ഷത്തിൻ്റെയും ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട്. ഈ ഡാറ്റ മുന്നിലുള്ളപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് കൃത്യമായൊരു അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് ആധികാരികതയുണ്ട്, അതിന് വിശ്വാസ്യതയുണ്ട്. ഇന്ന് കോൺഗ്രസ് ഇനി മടിച്ചു നിൽക്കുന്ന എന്താണ്? ഇനി വേണ്ട നിയമ പോരാട്ടമല്ലേ? നിങ്ങൾ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമാണ് കടമ എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പുകൾ അപ്രസക്തമാകുന്ന രീതിയിലുള്ള ഒരു തന്ത്രത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ അതിൽ ഇനി കോടതിയുടെ മുന്നിലേക്ക് പോവുകയല്ലേ അഭികാമ്യം? അതെന്താണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്? തീർച്ചയായും ഇനി അത് ഈ പറയുന്ന സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ട്ണർമാരുമായി ആലോചിച്ച് കൂടുതൽ കൃത്യതയോടെ മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് ഞങ്ങളൊരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരേ സമയം രാഷ്ട്രീയമായ വിഷയമാണ്, അതേസമയം നിയമപരമായ വിഷയമാണ്. ഇപ്പോൾ ഇതൊരു നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തോടാണ് നമ്മൾ യുദ്ധം ചെയ്തതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണെന്നേ കോൺഗ്രസ് നിൽക്കുന്നത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. പിന്നീട് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പേ ഉണ്ടായിട്ടില്ല. ഇവിടെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നു. തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധി രാഷ്ട്രീയമായി സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഉന്നയിക്കുകയാണ്. ഞങ്ങളടക്കം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിലടക്കം എല്ലാ സാധ്യമായ സന്ദർഭങ്ങളിൽ അത് ഉന്നയിച്ച് മുന്നോട്ട് പോകും. ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. ഈ നിയമപരമായ മറ്റ് സാധ്യതകൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിക്കും. ഒരു സംശയവും വേണ്ട, ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം കൊണ്ട് ഞങ്ങളുടെ പ്രചരണ പരിപാടികൾ ചുരുട്ടിക്കെട്ടി അവസാനിച്ച് വീട്ടിൽ പോകുമെന്ന് കരുതേണ്ട. നിരന്തരമായ ഒരു സമരത്തിന്റെ മാർഗ്ഗം സ്വീകരിക്കും. ഇന്ത്യയിലെ കൊളോണിയൽ ശക്തികളോട് സുദീർഘമായൊരു കാലം സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഈ ഫാസിസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ ഫാസിസ്റ്റ് ഭരണക്രമത്തോട് ആ രീതിയിൽ തന്നെ കോൺഗ്രസ് സംസാരിക്കും. ആളുകളെ അണിനിരത്തി പ്രതിരോധിക്കും, രാഷ്ട്രീയമായി പ്രതിരോധിക്കും, നിയമപരമായുള്ള എല്ലാ സാധ്യതകളും തേടും. ഒരു സംശയവും വേണ്ട. ശരി, ഡോക്ടർ നിതീഷ് നാരായണൻ, ഇപ്പോൾ ബീഹാറിൽ വോട്ടുകൊള്ള, അവിടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് എന്ന കോൺഗ്രസിന്റെ ആരോപണം അതേപടി അംഗീകരിക്കുന്നുണ്ടോ CPIM? നിങ്ങൾക്കും നഷ്ടമുണ്ട്. 2-ൽ നിന്ന് 1 ചുരുങ്ങി. CPIM-ൽ 12-ൽ നിന്ന് 2 ചുരുങ്ങി. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് എടുത്ത് പരിശോധിച്ചിട്ടല്ല കാണേണ്ടത്. തീർച്ചയായും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സംഘടിതമായിട്ട് നടത്തിയിട്ടുള്ള അട്ടിമറികൾ ബീഹാറിൽ പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള പല ചോദ്യങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഇതിലേറ്റവും ഒടുവിൽ വന്ന കണക്ക് ഉൾപ്പെടെയുണ്ട്. അതായത് ഇപ്പോൾ SIR കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് വോട്ടർമാരുടെ എണ്ണത്തിൽ നിന്നും 3 ലക്ഷം അധികമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിട്ടുള്ള മൊത്തം വോട്ടർമാരുടെ എണ്ണം. 3 ലക്ഷത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചിട്ട് പോലും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിട്ടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചർച്ച ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിൽ മാത്രമായിട്ട് നമ്മൾ ചുരുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം വന്നിട്ടുള്ള ഈ സീറ്റുകളുടെ എണ്ണം വെച്ചിട്ട് നടത്തുന്നൊരു പരിശോധനയുണ്ടല്ലോ. ആ പരിശോധന പൂർണ്ണമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സംബന്ധിച്ചുള്ള ചിത്രം നമുക്ക് നൽകില്ല. ഉദാഹരണത്തിന് NDAയുടെ സീറ്റ് 80 സീറ്റാണ് വർദ്ധിച്ചിട്ടുള്ളത്. വലിയ നമ്പറാണ് 80 സീറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെ സീറ്റ് 79 സീറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണിക്കുന്ന ഈ സീറ്റുകളുടെ എണ്ണത്തിലുള്ള ഈ ഇനീക്വാലിറ്റി,
അല്ലെങ്കിൽ ഈ വിടവ് എന്ന് പറയുന്നത് വോട്ട് ഷെയറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. മഹാസഖ്യത്തിന്റെ വോട്ട് ഷെയർ ആകെ കുറഞ്ഞിട്ടുള്ളത് 0.9% മാത്രമാണ്. NDAയുടെ വോട്ട് ഷെയർ കൂടിയിട്ടുള്ളത് 5.4%. അതുകൊണ്ട് വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയും അതെ കറക്റ്റാണ്. RJDക്കാണ് ഏറ്റവും കൂടുതൽ. അതായത് RJDയുടെ സീറ്റ് കുറയുമ്പോഴും RJDയുടെ നമ്പർ 25 എത്തി നിൽക്കുമ്പോഴും RJDക്കാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വോട്ട് ഷെയർ എന്നുള്ളതുണ്ട്. അതുകൊണ്ട് ഈ സീറ്റുകളുടെ എണ്ണം മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു പരിശോധന പൂർണ്ണമായിട്ടും ലഭിക്കില്ല എന്നുള്ളതുണ്ട്. മറ്റ് പല ഘടകങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 കോടിയിലധികം ആളുകളുടെ കയ്യിലേക്ക് കാശ് എങ്ങനെയാണ് എത്തിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തടയപ്പെട്ടിട്ടില്ല. ഇങ്ങനെയെല്ലാമുള്ള ഫാക്ടർ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ചില പ്രക്രിയകളും കൂടി നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായിട്ടും മൗനം പാലിക്കുകയാണ് ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് ഇടപെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ബീഹാറിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, അത് പിന്നെ ഇന്ത്യ മുന്നണി വളരെ ഗൗരവത്തോടു കൂടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അകത്തെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്ന വിഷയങ്ങൾ, ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, അതായത് ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ദരിദ്രരല്ല, കേരളത്തിൽ നിന്നുൾപ്പെടെ പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കാലത്ത് ബീഹാറിന്റെ ദയനീയാവസ്ഥ നമുക്ക് മുന്നിൽ കാണിച്ച് തന്നിട്ടുള്ളതാണ്. എന്നാൽ ജനകീയമായിട്ടുള്ള ഈ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. മറ്റു പല ഘടകങ്ങളുണ്ട്. പ്രതിപക്ഷത്തിന്റെ വീഴ്ചകൾ പരിശോധിക്കുമ്പോൾ ഡോക്ടർ നിതീഷ് നാരായണൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് CPM-ന് കോൺഗ്രസ് പറയുന്നതിനോട് യോജിപ്പുണ്ട് എങ്കിൽ വോട്ടർ അധികാർ യാത്ര നടന്നിട്ടുണ്ട്. വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനങ്ങൾ തെളിവുകൾ സഹിതമാണ് നടത്തിയത്. ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരുമായിട്ടായിരുന്നു ഹരിയാന വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കപ്പെട്ടവരാണ് അവരുടെ അനുഭവം അവിടെ പങ്കുവച്ചത്. അത്രയും ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ എത്രത്തോളം അതിന് ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് CPIM? ആത്മപരിശോധന എല്ലാവരും നടത്തണമല്ലോ. അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. വോട്ടധികാർ യാത്രയിൽ CPIM ഭാഗമായിരുന്നു. ഇന്നുൾപ്പെടെ നടന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ CPIM-ന്റെ നേതാക്കന്മാർ ഈ പറയുന്ന വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട്, ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുന്ന, അതായത് BJPയുടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ഒരു സഖ്യകക്ഷി പോലെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടുന്ന ഒന്നായിട്ട് ഉണ്ട്. അത് SIR എന്നുള്ളത് അട്ടിമറി തന്നെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യത്തെ അടിസ്ഥാന മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ, അതായത് ഈ ആളുകളെ പരമാവധി ഉൾക്കൊള്ളുക എന്ന ജനാധിപത്യത്തിന്റെ സമ്മതിദാന അവകാശവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ് SIR എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ തർക്കമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചർച്ചയാക്കേണ്ട എത്രയോ വിഷയങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയങ്ങൾ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പറ്റിയിട്ടില്ല. ആ വിഷയങ്ങൾ ചർച്ചയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള അനൈക്യം. ഇപ്പോൾ ഉദാഹരണത്തിന് 11 സീറ്റിലാണ് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ടുള്ളത്. അതിൽ 4 CPI താരതമ്യേന ശക്തിയുള്ള, ചിലയിടങ്ങളിലെങ്കിലും ശക്തിയുള്ള ഒരു സംഘടനയാണ് ബീഹാറിൽ CPI. തുടർച്ചയായിട്ട് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന, അവിടെ നിയമസഭയിലൊക്കെ പ്രാതിനിധ്യമുള്ളൊരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. 4 സീറ്റുകളിൽ CPI മത്സരിച്ച സീറ്റുകളിൽ സൗഹൃദ മത്സരം എന്നുള്ള നിലയിൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു. ഇത് ഫുട്ബോൾ മത്സരമൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഗൗരവമില്ലായ്മ, ഇങ്ങനെയുള്ള വീഴ്ചകൾ, ജനകീയ വിഷയങ്ങൾ, വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയം എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ചർച്ചയായി എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. കാരണം അതിനിടയിലേക്കാണ് ഈ പറയുന്ന 10,000 രൂപയുടെ ഈ ഓഫർ അങ്ങേയറ്റം അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ. എന്തുകൊണ്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല? അത് ശരിക്കും വോട്ടർമാർക്ക് കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതിന് തുല്യമായിരുന്നു. കാരണം അതൊരു പദ്ധതിയല്ല, തുടർച്ചയായി ആളുകൾക്ക് കിട്ടുന്ന കാശ് അല്ല. വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ബീഹാറിന്റെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ. പക്ഷേ ആ ജനങ്ങളുടെ പ്രയാസങ്ങളെ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് അവിടെ പറ്റിയിട്ടില്ല. അങ്ങനെ ചർച്ചയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് തിരിച്ചടിയാകും എന്നുള്ളൊരു പാഠം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
ശരി, AK അനുരാജ്, വലത് നിരീക്ഷകൻ, BJP അനുഭാവി എന്ന് തന്നെ പറയാം. ശ്രീ AK അനുരാജ്, വലിയ വിജയാഹ്ലാദ പ്രകടനമാണ് ഇന്നലെ മോദി അടക്കം മുഴുവൻ നേതാക്കളും നടത്തിയത്. പക്ഷേ ഈ വിജയം ഒരു അസ്വാഭാവിക വിജയമാണ്. അതിനുശേഷം മോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും പ്രതിപക്ഷത്തിന് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഇനി അടുത്തത് പശ്ചിമ ബംഗാളാണെന്ന് പറയുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് അസമാണെങ്കിലും അടുത്തത് പശ്ചിമ ബംഗാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇതേ രീതി, ഇതേ മാതൃക പിന്തുടർന്ന് പശ്ചിമ ബംഗാളിലും ചില തന്ത്രങ്ങൾ മെനയും എന്നതിന്റെ സൂചനയായിട്ടാണ് അതിനെ പ്രതിപക്ഷം കാണുന്നത്. ഈ ആരോപണങ്ങൾക്ക് എന്താണ് മറുപടി? അല്ല, ആരോപണങ്ങളിൽ കഴമ്പില്ലല്ലോ. കാരണം പുതിയ തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് സജീവമായ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ ചുമതലയല്ലേ. അപ്പോൾ ഓരോ ഇലക്ഷനും വരുമ്പോഴും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് മെനയുകയും അത് മെനയുന്നതിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്യണം. അത് തന്നെയാണ് ഇപ്പം ബീഹാർ ഇലക്ഷനിൽ സംഭവിച്ചത്. ഇവിടെയൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു. പക്ഷേ സംഭവിച്ചെന്താണ്? ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്നത് 68 ലക്ഷത്തോളം പേർ വരുന്നത് ഈ പ്രതിപക്ഷത്തിന് കിട്ടുമായിരുന്ന വോട്ടായിരുന്നു. അതിൽ മിക്ക മേഖലകളും അത്തരം മേഖലകളിലാണ് ഈ വോട്ടപ്പട്ടികയിൽ നിന്ന് പുറത്തായവർ ഏറെയുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷൻ്റെ സമയത്ത് ഫയൽസ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇറങ്ങിയിട്ട് അത് കോൺഗ്രസ്സുകാരിൽ തന്നെ എത്തിക്കാനോ ഫലപ്രദമായി ബീഹാറിലെ പ്രചരണത്തിൽ അത് ഉപയോഗിക്കാനോ കോൺഗ്രസ് പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഈ മഹാഗഠബന്ധന്റെ സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് പോലും അത് മനസ്സിലാകുകയോ അതിന്റെ തുടർച്ച ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങിയ ഒരു തുടർ പ്രക്രിയയായി മാറേണ്ടതാണ്. ആ തുടർ പ്രക്രിയ ഇത് ഒരു തുടർ പ്രക്രിയയായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ തുടർ പ്രക്രിയ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ട് ഇത് മറ്റ് മുന്നണിയെ നോക്കിയിട്ട് ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്രാവശ്യം പറയുന്നത് ഈ രീതിയിൽ വോട്ടർമാരെ ഒഴിവാക്കിയെന്നാണ്. കഴിഞ്ഞ ഇലക്ഷൻ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? EVM ഹാക്കിംഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞു. അതിന് മുൻപ് ഇപ്പം ബീഹാറിലെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നമുക്കൊരു വാർത്ത വായിക്കാൻ പറ്റും. അതായത് പഴയ കാലത്ത് ഡൽഹിയിൽ നിന്നൊരു കൂട്ടം മാധ്യമപ്രവർത്തകർ ബീഹാറിൽ പോയ വാർത്ത ഇന്നൊരു പത്രപ്രവർത്തകർ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അവിടെ ചെന്നിട്ട് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ വസ്ത്രങ്ങളടക്കം, ഇവരുടെ വിലപ്പെട്ട എല്ലാ രേഖകളൊക്കെ അടങ്ങിയ പേഴ്സും ബാഗും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വസ്ത്രമടക്കം എടുത്തു കൊണ്ടുപോയ ഒരു സാഹചര്യം വന്നു. ഞാൻ മറ്റൊരു സാഹചര്യം ഓർക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ ഡൽഹിയിൽ നിന്ന് ഒരു തവണ പത്രപ്രവർത്തകരെ ബീഹാറിൽ പട്നയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ഇതേ സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പാർട്ടിയുടെ പേര് പറയുന്നില്ല. ഒരു പാർട്ടിയുടെ നേതൃത്വമാണ് അന്ന് ഈ പത്രപ്രവർത്തകർക്കെല്ലാം അവരുടെ നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് പകരം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തത്. ഈ രീതിയിൽ എന്താ പറയുക, ബൂത്ത് പിടുത്തവും ഒക്കെ നടക്കുന്ന ഒരു തരത്തിലും ജനാധിപത്യ സംവിധാനമില്ലാത്ത ഒരു ബീഹാറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഇലക്ഷനിൽ വന്നപ്പോൾ SIR ആണ് നടത്തിയ തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ നടത്താതെ നമ്മൾ സംസാരിക്കുന്നത് 20 വർഷം മുമ്പുള്ള കാര്യമാണോ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, 20 വർഷം മുമ്പുള്ളതല്ല ഞാൻ പറയുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ഇത്തരം പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അന്ന് ചെയ്ത രാഷ്ട്രീയ പാർട്ടികളും ആ നേതാക്കന്മാരൊക്കെ ഇപ്പോഴും ബീഹാറിലുണ്ട്. പപ്പു യാദവിനെ പോലെയുള്ള ആൾക്കാരുള്ള സംസ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുടുംബ രാഷ്ട്രീയം അതിൻ്റെ പരമാവധി നമ്മളിപ്പോൾ നെഹ്റു കുടുംബത്തിന് ഇന്നിപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ മകള് രോഹിണി ആചാര്യ പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാണ്ട് എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തിലെ മൂത്ത മകനെ ലാലു പ്രസാദ് ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ആളെ നേതാവായിട്ട് തേജസ്വി യാദവിനെ വെച്ചപ്പോൾ അത് പ്രശ്നമായി. ചേട്ടൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി, ചേട്ടനും എന്നോട് മത്സരിച്ചു. ഇങ്ങനെയൊക്കെ നടക്കുന്ന എന്താണ് രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ പറയാൻ പറ്റാത്ത അഡ്രസ് അല്ല ABCD എന്നൊക്കെ വരുന്ന അഡ്രസ്. പിന്നീട് പല കാര്യങ്ങൾ, പേരുകൾ, എന്താണ് മറ്റൊരു മോഡൽ, ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു? എന്തിലെങ്കിലും കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരക്ഷരം BJP ആ ഘട്ടത്തിൽ മിണ്ടിയില്ല. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണം പൊളിഞ്ഞില്ലേ എന്ന് പറയുന്നത് മോദിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. ഒന്നാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആരോപണം വന്നാൽ അതിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം BJPക്കില്ല. നമ്മുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതത് രാഷ്ട്രീയ പാർട്ടികളെ ബാധിക്കുന്ന വിഷയങ്ങളിലായിരിക്കും. എന്ത് പറഞ്ഞത്? മോദി ഇന്നലത്തെ വിജയാഹ്ലാദ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ പൊളിഞ്ഞു എന്ന്. അതെ, അതാണ് BJPയുടെ സ്റ്റാൻഡ്. കോൺഗ്രസ് പറയുന്ന അതേ കാര്യം BJP പറയണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. BJPയുടെ സ്റ്റാൻഡ് അതാണ്. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞില്ല എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊരു ഔദ്യോഗിക സംവിധാനമല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ? എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചില്ല BJP അല്ലെങ്കിൽ BJP? അതാണ് BJPയുടെ നിലപാട്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ നിഷ്പക്ഷമാണ്. സഖ്യകക്ഷിയായിട്ടാണ് ഏതാ? നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അതങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ തവണ പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കർണാടകയിൽ ആരാ ജയിച്ചത്? കേരളത്തിൽ ആരാ ഭരിക്കുന്നത്? തമിഴ്നാട്ടിൽ ആരാ ഭരിക്കുന്നത്? ബംഗാളിൽ ആരാ ഭരിക്കുന്നത്? മറ്റേതെല്ലാം സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ജയിക്കുന്നുണ്ട്. ഭരണമില്ലെങ്കിൽ പോലും എത്ര MP-മാരും MLA-മാരും ജയിക്കുന്നുണ്ട്. ബീഹാറിൽ ജയിച്ചില്ലേ കുറച്ച് പേര്? എവിടെയൊക്കെയാണ് പ്രശ്നം പറ്റിയത്? ഇപ്പം ഇവിടെ ആരോ ചർച്ചയിൽ പറഞ്ഞു 11 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് ഇവർ പരസ്പരം മത്സരിച്ചു, സൗഹൃദ മത്സരം. എന്താ സംഭവിച്ചത്? ആ 11 സീറ്റിൽ 8 or 9 സീറ്റിൽ വിജയിച്ചത് നിതീഷിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെയോ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ആ രീതിയിൽ പാളയത്തിലെ പട എന്നോടൊപ്പം തന്നെ നമ്മുടെ പഴയകാല രാഷ്ട്രീയമുണ്ട്. അതെന്താണ്? അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് ആണ്. അതിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ടറി പൊളിറ്റിക്സിലേക്ക് ബീഹാർ രാഷ്ട്രീയം മാറി എന്നുള്ള വളരെ ഗൗരവമായ വിഷയത്തെ കാണാൻ ശ്രമിക്കുകയാണ്. ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് 10,000 രൂപ അതിദരിദ്രരായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇടുക, അതും ഈ ജീവിക ദീദി, അതായത് സഹകരണ സംഘമാണല്ലോ, സഹകരണ സംഘത്തിലെ സ്ത്രീകൾക്ക് അവർക്കാണ് ഇത് കൊടുക്കുന്നത്. സ്വാഭാവികമായി ആ വോട്ട് NDAക്കാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കണ്ണടച്ചു. അതൊന്നും അങ്ങനെയല്ലെന്നേ ഞാൻ അത് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ 20% സംവരണം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാനം ബീഹാറാണ്. സ്ത്രീകൾക്ക് തൊഴിൽ 35% സംവരണം കൊടുത്ത സംസ്ഥാനം ബീഹാറാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഈ ഗ്യാസ് വിതരണ പദ്ധതി ഉണ്ടല്ലോ, ഉജ്ജ്വൽ എന്ന് പറയുന്ന പദ്ധതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1.5 കോടി കുടുംബങ്ങളെങ്ങാണ്ട് അതിൻ്റെ സൗകര്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ PM ആവാസ് യോജനയിൽ 50 ലക്ഷം വീടുകളായിട്ടാണ് ബീഹാറിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെക്കാട്ടിലും എത്രയോ കൂടുതലാണ് അതുപോലെയുള്ള പല പദ്ധതികളും ബീഹാറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സ്വച്ഛ ഭാരതിൽ ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നത് 1.5 കോടി എങ്ങാണ്ട് ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല പദ്ധതികളും കേന്ദ്ര പദ്ധതികളും സംസ്ഥാന നാരീശക്തി പദ്ധതികൾ പലതും ബീഹാർ മുഖ്യമന്ത്രിയുടെ പദ്ധതികളുണ്ട്. ഈ രീതിയിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി. നമുക്കറിയില്ലേ, കേരളത്തിൽ ചാരായ നിരോധനം ഉണ്ടാക്കിയിട്ടുണ്ടായ എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം സ്ത്രീകളെ ലക്ഷ്യം വെച്ച് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് അവിടുത്തെ കുടുംബങ്ങൾ വികസിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഒരുക്കണം എന്ന ഉദ്ദേശത്തോടെ നടപ്പാക്കി. ഈ രീതിയിൽ 2005 നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയത് തൊട്ട് ഇതുവരെ അദ്ദേഹം തുടരുകയാണ്. അപ്പം അദ്ദേഹം ഓരോ ഘട്ടത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് തന്നെ ഇപ്പം ബീഹാറിലേക്ക് കേരളത്തിൽ നിന്ന് പോലും വളരെയധികം സഞ്ചാരികൾ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സഞ്ചരിക്കാവുന്ന നല്ല റോഡുകൾ അവിടെയുണ്ട്, റെയിൽ മേഖല മെച്ചപ്പെട്ടിട്ടുണ്ട്, വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങളിലൊക്കെ വൈദ്യുതി എത്തി, കൂടുതൽ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വരുന്നു, ദേശീയ തലത്തിലുള്ള മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വരുന്നു. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ബീഹാറിൽ വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വെറും പ്രഖ്യാപനം നടത്തുക എന്നതിൽ നിന്ന് ഇത് പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗോൾ പോസ്റ്റ് മാറി എന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്രാവശ്യം മഹാഗഡ്ബന്ധന് സംഭവിച്ച അതേ കാര്യങ്ങൾ സംഭവിക്കും. ഇനി ഇതിനേക്കാട്ടിലും അത്ഭുതകരമാണ്, നമ്മൾ അവിടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രശാന്ത് കിഷോർ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ബീഹാറിലെ മുഴുവൻ ഗ്രാമങ്ങളും മുഴുവൻ പ്രദേശങ്ങളും സഞ്ചരിച്ച് ജനങ്ങളെ സമീപിച്ചിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉണ്ടാക്കിയിട്ട്. പാർട്ടി ആദ്യം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം 2021 ഒരു സംഘടന ഉണ്ടാക്കിയത്, അതിന് പിന്നീട് പാർട്ടിയാക്കി മാറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചു. ഈ 243 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 230 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? ഒന്നുകിൽ ഞങ്ങൾക്ക് 150 സീറ്റ് കിട്ടും, അല്ലെങ്കിൽ 10-ൽ താഴെ സീറ്റുകൾ കിട്ടും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് 10-ൽ താഴെ സീറ്റുകളെ കിട്ടിയുള്ളൂ. അപ്പോൾ ആ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ഈ പുതിയ രീതിയിലുള്ള നിരീക്ഷണ ബുദ്ധിക്ക് പോലും സാധിക്കുന്നില്ല എന്ന നിരീക്ഷനും അതുപോലെ ഞാൻ അതിനെ പരിഹസിച്ച് പറഞ്ഞല്ല, ഞാൻ പരിഹസിച്ച് പറഞ്ഞല്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ അങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറയാം, ഇതാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പോൾ ഇതൊന്നും ശരിയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ NDA ചെയ്തത്, NDAക്കും കഴിഞ്ഞ തവണ പാളിച്ച പറ്റിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തവണ ചില സഖ്യകക്ഷികളെ ഒന്നും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ NDAക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പം JP നഡ്ഡയെ പോലെ അല്ലെങ്കിൽ അമിത്ഷായെ പോലെ നരേന്ദ്രമോദിയെ പോലെയുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കന്മാർ അവരുടെ സമയവും അവരുടെ ഊർജവും അവരുടെ ചിന്തയും അവരുടെ ആലോചനയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ ഗൗരവമായി ബീഹാറിൽ ഇടപെടുകയും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ടുണ്ടായ വിജയമൊന്നുമല്ല, എത്രയോ കാലമായി തുടർച്ചയായി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ നിരീക്ഷണത്തിന്റെ അതിലൂടെ ചെയ്ത വിജയമാണ്. അത് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നില്ല. ഇപ്പം മാധ്യമങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം വന്നതാണ് MY എന്ന് പറയുന്ന സാധനത്തെ മുസ്ലിം
യാദവ എന്നതിൽ നിന്ന് മാറ്റിയിട്ട് മഹിളാ യൂത്ത് എന്നാക്കി. എത്രത്തോളം വിപ്ലവകരമാണ്! ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ആവശ്യമുള്ളതെന്ന് നമ്മൾ പറയുന്ന കാര്യമല്ലേ സ്ത്രീ ശാക്തീകരണം? അതല്ലേ ചെയ്തത്? യൂത്ത് എംപവർമെന്റ് ചെയ്തില്ലേ? ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് ഏതോ വിമർശിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അതിലേക്ക് മാത്രം വിമർശനത്തെ വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ ഇതൊരു പാഠമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതും, ഏതോ നേതാവ് എവിടെയോ ഉയർത്തിയ പരാജയപ്പെട്ടു പോയ അല്ലെങ്കിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാദങ്ങളെ വീണ്ടും ഉയർത്താൻ അതത് പാർട്ടികളിലെ രാഷ്ട്രീയ ബുദ്ധിയുള്ള നേതാക്കന്മാരെങ്കിലും ശ്രമിക്കരുത്. അവരെങ്കിലും ഈ നേതൃത്വത്തോട് പറയണം, ഇതല്ല നമ്മുടെ വഴി, ഭാരതത്തിലെ സാഹചര്യം മാറുകയാണ്, ഈ പുതിയ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഭാരതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഒറ്റ പാർട്ടി സംവിധാനമല്ല നമുക്ക് വേണ്ടത്, പല പാർട്ടികൾ ഉണ്ടാകണം. അതിനുള്ള സാഹചര്യം ഒരുക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്ത ഉണ്ടാക്കാൻ ഈ ബീഹാർ ഇലക്ഷനെ കൊണ്ട് സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ വിജയം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആ പ്രതികരണങ്ങളാണ് ഹൈക്കമാൻഡ് യോഗത്തിന് ശേഷം KC വേണുഗോപാൽ നൽകിയത്. അവിടെ NDA യുടെ ഐക്യം, നിതീഷിന്റെ ജനകീയത ഒക്കെ അവിടെ നിൽക്കുന്നു. പക്ഷെ അപ്പോഴും ചില ഘടകങ്ങൾ അസ്വാഭാവികമായി നിലനിൽക്കുകയല്ലേ? സ്മൃതി, അസ്വാഭാവികമായ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും അധികം ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷെ കോൺഗ്രസിന്റെ ഒരു രീതിശാസ്ത്രവും മറ്റ് ഘടകകക്ഷികളുടെ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ ത്രസ്റ്റ് ഏറിയയും ലേശം വ്യത്യാസമായി കാണാം. നോക്കൂ, കോൺഗ്രസ് ഈ ഒരു നെഗറ്റിവിസ്റ്റ് ഒരു ടിഞ്ചിൽ നിന്നുകൊണ്ടാണ് ഈ ഘടനകൾ വയലൻ്റായി മാറിയിരിക്കുന്നു. സ്ട്രക്ചറൽ വയലൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിനെ പങ്കെടുക്കാൻ പറ്റുക? 3 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നിയന്ത്രിക്കുന്ന പ്രോസസ്സസ്, അതാണ് ചോദ്യമായി വന്നിരിക്കുന്നത്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ. അതിന്റെ നിയമനം മുതൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സുതാര്യതയെക്കുറിച്ച് കോൺഗ്രസ് ആക്ഷേപം ഉയർത്തുന്നു. 2, ഇവിടുത്തെ കോടതി സംവിധാനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോടതികളിൽ വിശ്വാസം ഉള്ളിടത്തോളം കാലം മാത്രമേ ഒരു രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ, ഒരു രാഷ്ട്രീയ കക്ഷിക്കുള്ളൂ. ഒരു രാഷ്ട്രീയ കക്ഷിയായി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ 3ാമത്തെ ഘടകമായ ഭരണഘടനയിൽ വിശ്വാസം ഉണ്ടാക്കണം. ഭരണഘടനാപരമായിട്ടാണ് കോടതിയും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുമ്പോൾ റെഫറി അല്ലെങ്കിൽ അമ്പയർ പക്ഷപാതിത്വപരമായി പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അതായത് ഭരണഘടനയെയും കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനാവൂ. പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഘടനകൾ തങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല. ഇനി കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന നമ്പേഴ്സിന്റെ ഒരു കണക്ക് കൂടി നോക്കാം. 13 കോടി വോട്ടർമാർ, അതിൽ 7.5 കോടി ആളുകൾ, 13 കോടി ജനസംഖ്യ ബീഹാറിൽ, അതിൽ 7.5 കോടി വോട്ടർമാർ. അതിൽ തന്നെ കൃത്യം പകുതിയിൽ ലേശം അധികം വനിതകളുടെ പോളിംഗ് പെർസെൻറ്റേജ് മെച്ചമായിരുന്നു. ഇവിടെ കോൺഗ്രസ് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണത്തിൽ ഒന്ന്, അതൊരു ടാഞ്ചിബിൾ കാര്യമാണ്. ഇൻകംബൻസി അഡ്വാൻറ്റേജ് പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട്, അതായത് നിലവിലുള്ള ഭരണകൂടത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ അതിദരിദ്രരായ ലേഡീസിന്റെ അക്കൗണ്ടിൽ 10,000 രൂപ ഇട്ടു. ഒരു പ്രത്യേക സ്കീം അനുസരിച്ചാണ്. അത് 1 ടൈം അഫെയർ ആണ്. ഒരുപക്ഷെ അത് വിജയകരമായ ഒരു സംരംഭം പൂർത്തിയാക്കിയാൽ വീണ്ടും ഒരു 2 ലക്ഷം രൂപ വീതം ഈ അക്കൗണ്ടിൽ വരും എന്ന പ്രതീതിയുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ? 1,40,00,000 സ്ത്രീകൾ. കോൺഗ്രസ് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് 1,40,00,000 സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണം വരുമ്പോൾ ഓരോ സ്ത്രീയുടെയും ഭവനത്തിൽ 2-3 പേര്, അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാവുന്ന അടുത്ത രക്തബന്ധമുള്ള 2-3 പേര്, ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ തന്നെ പാതിയോളം വോട്ടർമാരായി കഴിഞ്ഞു. അത് വലിയൊരു നമ്പറാണ്. എങ്ങനെയാണ് തങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയുക? നോക്കൂ, യഥാർത്ഥ ഉത്തരം ഇതിന് മധ്യയാണ്. കാരണം ഗവൺമെന്റിന്റെ പിടിപ്പുകേടുകളുണ്ട്. സൽഭരണം, സുശാസൻ ബാബു എന്നൊക്കെ പറയുമ്പോഴും അവിടെയും വീഴ്ചകളുണ്ട്. ആ വീഴ്ചകൾ ജനസമക്ഷം കൊണ്ടുവരണമെങ്കിൽ തീവ്രമായ പ്രവർത്തനം വേണം, സംഘടനാ സംവിധാനം വേണം. കോൺഗ്രസിന് തീർച്ചയായും ബീഹാറിൽ അങ്ങനെ ഒരു 10,000 രൂപ കൊടുക്കാൻ കേന്ദ്രത്തിൽ ഭരണമുള്ളതുകൊണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണല്ലോ. അപ്പോൾ കേന്ദ്രത്തിൽ ഭരണമുണ്ട്. അപ്പോൾ ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾക്ക് ഈ 10,000 കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ ഈ പണം എവിടെ നിന്ന് സമാഹരിക്കും? അപ്പോൾ പണം കൊണ്ട് വോട്ട് വാങ്ങാം എന്നതാണോ അങ്ങ് പറയുന്നത്? ഈ പ്രക്രിയയുടെ ഭാഗമാകരുത് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും കടമയായിട്ട് കൂടി കാണേണ്ട കാര്യമാണ്. അവർ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണോ? അവരൊരു ആരോപണം ഉന്നയിച്ച് വെറുതെ വന്ന ആരോപണം പറയുകയല്ലോ. രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് തെളിവുകൾ സഹിതമല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയോ?
ഇത് സ്മൃതി, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇൻകംബന്റ് എന്ന് പറയുന്നത് തീർച്ചയായും പോൾ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു മത്സരം തുടങ്ങുന്നത്. ഒരു കാർ റേസിംഗ് തന്നെ പോൾ പൊസിഷൻ എന്ന് പറയും. അതായത് ഏറ്റവും അഡ്വാൻറ്റേജ്, വിജയിച്ചു വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള സ്റ്റാർട്ടിംഗ് ബ്ലോക്കിന്റെ ഇടമാണ് പോൾ പൊസിഷൻ. ആ പോൾ പൊസിഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഭരണത്തിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക്, പ്രത്യേകിച്ച് ഡബിൾ എഞ്ചിന്റെ പ്രയോജനം. അതുകൊണ്ട് കേന്ദ്ര പാക്കേജ് നിതീഷ് കുമാർ ഗൺ പോയിന്റിൽ നിർത്തി BJP കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ NDA സർക്കാരിൽ നിന്നും പണം വാങ്ങിയെടുത്തു. ചന്ദ്രബാബു നായിഡു മിടുക്കനാണ്, അദ്ദേഹവും ആന്ധ്രയ്ക്ക് വേണ്ടി പണം വാങ്ങിയെടുത്തു. ആ പണത്തിന്റെ ഒരു വിഹിതമാണ് യഥാർത്ഥത്തിൽ അക്കൗണ്ടുകളിലേക്ക് വന്നത്. നിതീഷ് കുമാർ മുൻകാലത്ത് ഇങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം ഇൻഡയറക്ട്ലി ശാക്തീകരണത്തിൽ വിശ്വസിച്ചിരുന്നു, നാരി ശാക്തീകരണം ഒക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷേ നേരിട്ട് അക്കൗണ്ടിൽ കൃത്യമായ ക്യാഷ് ഡിസ്പേഴ്സൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ ഇതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? ഇത് ഒരു തരം സോപ്പ് എന്നതിന് അതീതമായ ഒരു തരം പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് വോട്ട് വാങ്ങുന്നില്ലേ എന്ന ചോദ്യമാണ്. നിയമം അനുശാസിക്കുന്ന ഒരു രീതിയിൽ തീർച്ചയായും ഗവൺമെന്റിന്റെ പ്രൊറോഗറ്റീവാണ് ഏതെങ്കിലും ഒരു പദ്ധതിയിൽപ്പെടുത്തി അതിദരിദ്രരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അക്കൗണ്ടിൽ പണം ഇന്ന പർപ്പസിന് വേണ്ടിയാണ്, സഹകരണ സംഘത്തിലൂടെ ഇന്ന പർപ്പസിന് വേണ്ടി സംരംഭകത്വം തുടങ്ങാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കതിന്റെ ഉദ്ദേശശുദ്ധിയെ വിമർശിക്കാം എന്നല്ലാതെ നിയമത്തിന് മുന്നിൽ ബീഹാർ സർക്കാർ അത് കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് തന്നെയാണ് നിയമവിരുദ്ധമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ധാർമ്മികമായി തെറ്റുമാണ്. ധാർമ്മികതയെ അങ്ങ് സംശയിക്കുന്നു. ധാർമ്മികമായി അത് ശരിയാണോ? ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് സ്മൃതി നോക്കൂ, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അതാണ് വേണ്ടത്. അതാണ് ഐഡിയൽ സിറ്റുവേഷൻ. ജനാധിപത്യം ഒരു ഇന്ത്യ പോലെയുള്ള എമർജിംഗ് ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയ ഇപ്പോഴും പൂർണ്ണമായി സ്ഫുടം ചെയ്തെടുത്തിട്ടില്ല എന്ന് ഓർക്കണം. അമേരിക്കയുടെയോ യൂറോപ്യൻ സമൂഹത്തിന്റെ ഒന്നും രീതിയിലേക്ക് അത് സ്ഫുടം ചെയ്തെടുത്തിട്ടില്ല. ഇതൊരു ട്രാൻസിഷണൽ പീരീഡിൽ ഇൻകംബൻസി അഡ്വാൻറ്റേജിനെ മറികടക്കാൻ തക്ക തന്ത്രപരമായ മികവ് കാട്ടണമായിരുന്നു ഇന്ത്യ മുന്നണി. നോക്കൂ, ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജഗജീവൻ റാമിന്റെ നാടാണത്, ബാബു ജഗജീവൻ റാമിന്റെ. എന്തിന് ആദ്യ രാഷ്ട്രപതിയായിരുന്ന ബാബു രാജേന്ദ്ര പ്രസാദിന്റെ ജന്മഭൂമിയാണ് ബീഹാർ എന്ന് ഓർക്കണം. ഒന്നാം തരം സോഷ്യലിസ്റ്റ് നേതാക്കളായ കർപ്പൂരി ഠാക്കൂർ, ജയപ്രകാശ് നാരായണൻ, സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ആചാര്യനായ ജയപ്രകാശ് നാരായണൻ, ഇവരെല്ലാം ഉഴുതു മറിച്ചിട്ട കോൺഗ്രസ് പാർട്ടിയും റാഡിക്കൽ ലെഫ്റ്റ് വിംഗേഴ്സും മൈൽഡ് ലെഫ്റ്റ് വിംഗേഴ്സായ സോഷ്യലിസ്റ്റുകളും എല്ലാം ഉഴുതു മറിച്ചിട്ട ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു സോഷ്യൽ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ആകെ ഉണ്ടാക്കിയെടുത്ത ഒരു കാസ്റ്റ് ബേസ് ആണ് MY മുസ്ലിം യാദവ്. അതിനുപരിയായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനോ ഒരു ഡെവലപ്മെന്റൽ റെറ്ററിക്ക് പ്രാവർത്തികമാക്കി കാട്ടാനോ അവസാനം ലഭിച്ചത് ഈ റാബ്രി ദേവിക്കും ലാലു പ്രസാദിനും ലഭിച്ച ഒരു അവസരമാണല്ലോ. ആ ഒരു അന്നത്തെ ഇൻകംബൻസിയുടെ ആന്റി ഇൻകംബൻസി 20 വർഷത്തിന് ശേഷവും ജനമനസ്സുകളിൽ വളരെ ഫ്രഷ് ആയിട്ടുണ്ട്. ഗുണ്ടാരാജ് എന്നും ജംഗിൾ രാജ് എന്നും ഒക്കെ പറയുന്ന ആ ഒരു കാലഘട്ടം ജംഗിൾ രാജ് ഒന്നും കാണാത്ത തലമുറയും കൂടിയാണല്ലോ വോട്ട് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന ജംഗിൾ രാജ് ശരിയാണെങ്കിൽ ആ 20 വയസ്സുള്ള കുട്ടികൾ വരെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന നിതീഷ് കുമാറിനെ മാത്രം കണ്ടവരും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജംഗിൾ രാജ് ഉണ്ടായിരുന്നു എന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ജംഗിൾ രാജിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊപ്പം തുടരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും അവർ തിരിച്ചെത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പ്രചാരണം കൂടി ഫലം ചെയ്തു അല്ലേ? അത് തീർച്ചയായും ഫലം ചെയ്തു. മൾട്ടിപ്പിൾ, അതാണ് പറഞ്ഞത്. ഇവിടെ തന്ത്രങ്ങളുടെ, അതായത് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, രണ്ടു കൂട്ടരും ചെയ്തു. അതിന് പുറമെ തന്ത്രങ്ങളുടെ മറ്റൊരിക്കൽ കൂടിയായിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ്. മെച്ചപ്പെട്ട തന്ത്രങ്ങൾ ഒരുക്കി വളരെ മുൻപ് തന്നെ ദേശീയ ജനാധിപത്യ സഖ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രാവശ്യമാണ് ബീഹാർ സന്ദർശിച്ചത്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരുമെന്നറിയാമല്ലോ. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും അദ്ദേഹം ബീഹാർ സഞ്ചരിച്ചു. അത് ഏറെ വിമർശനം കേട്ടതാണ് പ്രധാനമന്ത്രി. മുന്നൊരുക്കങ്ങൾ ഏറെ നടത്തി. ഒരു നിമിഷം കൊണ്ടുണ്ടായ പദ്ധതിയല്ല സ്ത്രീകളുടെ അക്കൗണ്ടിൽ 10,000 രൂപ നിക്ഷേപിക്കുക എന്നത്. അതുപോലെ മദ്യനിരോധനം ചിന്തിച്ചുറപ്പിച്ച് വനിതാ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടാനായി ഉദ്ദേശിച്ച ഒരു പദ്ധതിയാണ്. അപ്പൊ ഇങ്ങനെ ഗൃഹപാഠം മെച്ചപ്പെട്ട് ചെയ്തു. നല്ല PR വർക്കിന്റെ സഹായം ഉണ്ടായിരുന്നു. തീർച്ചയായും മാധ്യമങ്ങൾ ഒരു കൈ സഹായം ചെയ്തു. അത് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ബീഹാറിലെയും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ, അവിടെ ഗോദി മീഡിയ ഒന്നും പറഞ്ഞ് നമ്മൾ തുച്ഛീകരിച്ചിട്ട് കാര്യമില്ല, പക്ഷേ മാധ്യമങ്ങളിൽ കൂടിയാണ് അതിന് വീണ്ടും നവമാധ്യമങ്ങളിൽ കൂടിയും മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടിയും തന്ത്രപരമായി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ സംവിധാനങ്ങളാകെ പ്രതിപക്ഷം നല്ല സംഘടന ഉണ്ടല്ലോ.
ഒന്ന് ഒരു ബ്രേവ് ഫേസ്, ദേ ഷുഡ് ഹാവ് ബീൻ പുട്ടിംഗ് അപ്പ് എ ബ്രേവ് ഫേസ്. തങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയണം. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുമ്പോൾ തേജസ്വി യാദവ് അത് ഏറ്റുപറയണമായിരുന്നു. പക്ഷെ തേജസ്വി യാദവ് കമാന്നൊരക്ഷരം, ഇത് രാഹുൽ ഗാന്ധിയുടെ മാത്രം ഫൈറ്റാണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രാഹുൽ ഗാന്ധി ചെയ്യട്ടെ, അല്ലെ മല്ലികാർജ്ജുൻ ഖാർഗെ ചെയ്യട്ടെ, കോൺഗ്രസ് പാർട്ടി അതിന്റെ ക്രെഡിറ്റ് എടുക്കട്ടെ. ഞങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങളാണ്. ഞങ്ങൾ 30,000 പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വികസന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോയി, വികസനവുമായി മുന്നോട്ട് പോയി. സ്വാഭാവികമായും അവിടെ അതാണ് അപ്പോൾ പറയേണ്ടതെന്ന് തേജസ്വിക്ക് കുറച്ചുകൂടി രാഹുലിനേക്കാൾ അറിയാം. അതുകൊണ്ടായിരിക്കാം. ഞാൻ അനൂപിലേക്ക് കൂടി പോകുന്നു. അനൂപ് ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ശരി പറഞ്ഞോളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന ഒരു ഇൻടാൻഡം ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. ഇപ്പോൾ വോളിബോൾ കളിക്കുമ്പോൾ ഒരാൾ ലിഫ്റ്റ് ചെയ്യുന്നു, ഒരാൾ അടിച്ച് താക്കുന്നു. ഇതാണ് വോളിബോളിന്റെ കാര്യം. അല്ലെങ്കിൽ ഈ ടീം വർക്ക്, ഒരാൾ ബൗൾ ചെയ്യുന്നു, ഫീൽഡർ ബൗളറെ സഹായിക്കണം ക്യാച്ച് എടുക്കാനോ ഫീൽഡ് ചെയ്യാനോ. അതുപോലെ ഒരു ഇൻടാൻഡം വർക്ക് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 11 സീറ്റിൽ പരസ്പരം മത്സരിച്ചത്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മച്ച് ബെറ്റർ ഒരു ഫീൽഡ് വർക്ക്, ഇൻ ടാൻഡം വർക്ക് ചെയ്തിരിക്കുന്നു JDUവിന്റെയും BJPയുടെയും അണികൾ. ഒരേ നമ്പർ സീറ്റിൽ മത്സരിക്കുന്നു, ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു, പടലപിണക്കങ്ങൾ ഉണ്ടായിട്ടില്ല. ഈവൻ മൂന്നാമത്തെ പാർട്ണറായ ഈ ചിരാഗ് പാസ്വാനെ പോലും 29 സീറ്റ് എടുത്ത് കൊടുത്തുകൊണ്ട് ഒരുമിച്ച് നിർത്തി. അവിടെ ഇന്ത്യ മുന്നണി ആദ്യം മുതൽ തന്നെ ഇറ്റ് വാസ് മോർ ഓർ ലെസ് എ ഡിവൈഡഡ് ഹൗസ്. ആ ഇമ്പാക്റ്റ് ആണ് ജനങ്ങൾ കിട്ടിയത്. പിന്നെ എങ്ങനെയാണ് ഒരുമിച്ച് പോവുക? ആദ്യം തന്നെ കാസ്റ്റ് എഞ്ചിനീയറിംഗിൽ പിന്നെ ഈ പറയുന്ന NDA മുന്നണി മുന്നിൽ പോയി. അപ്പൊ അതുകൊണ്ടെല്ലാം ജനങ്ങൾ കിട്ടിയ ഒരു നെഗറ്റീവിസ്റ്റ് ഫീലാണ് കിട്ടിയത്. മറുപക്ഷത്ത് വികസനവും സോഷ്യൽ എഞ്ചിനീയറിംഗും ഒരുപോലെ സമാസമം ചേർക്കുന്ന ഒരു വിജയകരമായ ഫോർമുലയും തന്ത്രവുമാണ് NDAയുടെ വിജയരഹസ്യം. ശരി. അഡ്വക്കേറ്റ് VR അനൂപ്, 71-ൽ ഇന്ദിരാ ഹഠാവോ എന്നൊരു മുദ്രാവാക്യം ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ അതിന് പകരം ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞത് ഗരീബി ഹഠാവോ എന്നാണ്. അത് ഇന്ദിരാഗാന്ധിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. ആ നിലയ്ക്കുള്ള ഒരു തന്ത്രം പ്രയോഗിക്കാൻ നിലവിലെ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിക്കാതെ പോയി? ഇപ്പോൾ പറയുന്ന മോഹൻ വർഗീസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും അങ്ങ് യോജിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഐക്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും അവസാനം നോക്കേണ്ട കാര്യവുമല്ല, ഏറ്റവും ആദ്യം നോക്കേണ്ട കാര്യമാണ്. അത് പ്രാഥമികമായി ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കിടയിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒരുമിച്ച് ഉന്നയിക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു? ഇല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും ഉണ്ടായില്ല. സൗഹൃദ മത്സരം എന്നൊക്കെ ഇനിയും ആ പേരിട്ട് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ്? ബഹുമാന്യനായ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് CPMന്റെ പ്രതിനിധി അദ്ദേഹം ഡോക്ടർ നിതീഷ് ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ പാളിച്ചകൾ പരിശോധിക്കപ്പെടണമെന്ന്. അതിലൊന്നൊരു സംശയമില്ല, കോൺഗ്രസിൻ്റെ പാളിച്ചകളും പരിശോധിക്കപ്പെടട്ടെ, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇത് പറയുമ്പോൾ കോൺഗ്രസിനെ കോർണർ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഔത്സുക്യം സ്വാഭാവികമാണ്. കോൺഗ്രസിൻ്റെ പാളിച്ചകൾ മാത്രം പരിശോധിക്കപ്പെട്ടാൽ മതിയോ? രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നു. പിറ്റേ ദിവസം ഇവിടെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ CPMന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ CPMനുള്ള ഏക മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരിയെക്കുറിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി വിചാരിക്കുന്നത് വോട്ട് ചോരിയെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്ന. പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇവരുടെ പ്രയോറിറ്റി വളരെ വ്യക്തമാണെന്നേ. ഇന്ത്യയിൽ ഈ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കാത്ത, അതിനെതിരെ ഈ പറയുന്ന വിഷയം ഉയർത്താത്ത ഏക മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തോറ്റതിന് ശേഷമാണ് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഇത്തരം പാളിച്ചകളെ സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ CPM തയ്യാറാകുമോ എന്നുള്ള കാര്യമുണ്ട്. നിങ്ങൾക്ക് കോൺഗ്രസിൽ വിമർശിക്കാം, കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ പിഴവ് പറ്റിയെന്ന് പറയാം, കോൺഗ്രസ് ചെയ്തത് ശരിയായില്ലെന്ന് പറയാം. പക്ഷേ ഈ വോട്ട് ചോരി എന്ന വിഷയം രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രശ്നം, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ളത് കോൺഗ്രസ് അല്ല ഉയർത്തിയത്, രാഹുൽ ഗാന്ധിയല്ല ഉയർത്തിയത്. പിന്നെ മോഹൻ വർഗീസ് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ട്രാറ്റജിക്കലായ മിസ്റ്റേക്കിനെ കുറിച്ച് പറയുന്നത് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഐക്യത്തിനെ കുറിച്ച് പറയുന്നത് അംഗീകരിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യം എന്ന് പറയാവുന്ന കാര്യം എന്താ? അദ്ദേഹം പറയുന്നത് എന്താ? നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസമില്ല, നിങ്ങൾ മത്സരിക്കാൻ പോകേണ്ടതെന്നേ. എത്ര ലാഘവത്തോടുകൂടിയാണ് പറയുന്നത്. രണ്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വളരെയധികം അതിശയകരമായി തോന്നി. അദ്ദേഹം കോൺഗ്രസിനെ അപഹസിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് അത്തരം ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് മത്സരിക്കരുത്. രണ്ട്, മത്സരിച്ചതിന് ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇത് എങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും.
താങ്കൾ പറഞ്ഞത് എങ്ങനെയാ? ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അല്ല അങ്ങയുടെ വാചകത്തിൽ നിന്ന് പക്ഷേ അങ്ങനെ തോന്നി. ഇതിനകത്ത് വൈരുദ്ധ്യമില്ലേ എന്നാണ്. വൈരുദ്ധ്യമാണ് പറഞ്ഞത്. ശരി, അതല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും സാർ? നമുക്ക് ഇലക്ഷൻ സിസ്റ്റത്തിൽ അവിശ്വാസമുണ്ട്, അതിനകത്ത് ചില മാൽ പ്രാക്ടീസ് നടത്തും എന്ന് പറഞ്ഞ് നമ്മൾ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകണോ? അദ്ദേഹത്തെ പോലെ അക്കാഡമിക് സ്കോളറായ ഒരാൾ അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? അങ്ങ് പറയൂ, ഞങ്ങൾ ഇതല്ലാതെ എന്ത് ചെയ്യും? ഈ രാജ്യത്ത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത പുതിയൊരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ AB വാജ്പേയിയുടെ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്, സംഘപരിവാറിന്റെ തന്നെ. അന്ന് ഇത് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഈ രാജ്യത്ത്. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം സമ്പൂർണ്ണമായി കോൺഗ്രസിന്റെ കീഴിലാണെന്നേ. അന്ന് പോലും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പല്ലേ രാജ്യത്ത് നടന്നത്. അടിയന്തരാവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? പക്ഷെ അന്നും കോൺഗ്രസ് ഉന്നതമായ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചൊരു തെരഞ്ഞെടുപ്പല്ലേ നയിച്ചത്. ടി.എൻ. ശേഷനെ പോലുള്ള ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രീയ നേതൃത്വമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരമല്ല ഉയർത്തിപ്പിടിക്കപ്പെട്ടത്. ഇവിടെ കൃത്യമാണ് താങ്കൾ പറയുന്നത്, ഇത് അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ്. നമ്മൾ ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഒരു സാഹചര്യത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തതെന്നുള്ളൊരു ബോധ്യം വേണ്ടേ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ? കോൺഗ്രസിന് മുന്നിൽ ഈ പറയുന്ന ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇനി ഇലക്ഷന് ശേഷവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ ഇലക്ഷന് മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇലക്ഷന് ശേഷവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ തോറ്റതിന് ശേഷവും ഞങ്ങളിത് പായ മുടക്കി വീട്ടിൽ പോകുമെന്ന് കരുതാണ്ട് ഞങ്ങൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഷോർട്ട് ടൈം പ്രൊജക്റ്റ് അല്ലെന്നേ, ഞങ്ങളൊരു ദീർഘകാല പദ്ധതിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എങ്ങനെയാണ് ഇന്ത്യയിൽ കൊളോണിയൽ ഭരണകൂടത്തോട് നേർക്കുനേർ യുദ്ധം ചെയ്തതുപോലെ കൃത്യമായി ഞങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് രാജ്യത്തിനകത്ത് സംസാരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹമടക്കം ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ കൃത്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെയോ ജയിച്ചതിന്റെയോ പ്രശ്നമല്ല, ഇന്ത്യയിൽ ജനാധിപത്യം തോൽക്കുന്നതിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഈ കണക്കുകൾ നിരന്തരം ഉദ്ധരിക്കുക എന്ന് പറയുന്നത് ഇവിടെ വളരെ നിഷ്കളങ്കമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ബോധമുണ്ട്. ഇത് ചില വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടാലൊക്കെ ഇത്ര പരാജയം ഉണ്ടാവും, അതുകൊണ്ട് മാത്രം തോൽക്കുമോ എന്നാ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് മാത്രം തോൽക്കും. 68 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 20,000 വോട്ടാണെന്നേ. 21 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് അധികം ചേർക്കപ്പെടുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 6,000 വോട്ടാ. സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കണം. 26,000 വോട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തക എന്നുള്ളതിൽ താങ്കൾക്ക് വിലയിരുത്താം. 26,000 വോട്ടുണ്ടെങ്കിൽ ഒരു 70% തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ എന്താണ് പ്രയാസം? ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നിരന്തരം വോട്ട് ചോർച്ച കൊണ്ടത് പറ്റുമോ, കോൺഗ്രസ് ഇത് ഒഴിഞ്ഞുമാറില്ലല്ലേ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആളുകളെ സഹായിക്കുകയാണ്. പറഞ്ഞത് പിണറായി വിജയൻ വോട്ടുകൊള്ളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രതികരണം അല്ലെങ്കിൽ വാർത്താസമ്മേളനത്തിലൂടെ പുറത്തുവിട്ട തെളിവുകൾ, അതിനോട് എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിക്കാതിരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഇന്നത്തെ ദേശാഭിമാനിയിലെ തലക്കെട്ടും ബീഹാറിൽ മഹാസഖ്യത്തിന്റെ തോൽവിയിൽ ഒന്നാം പ്രതി കോൺഗ്രസ് എന്നുള്ളതാണ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഇവിടെ നിരീക്ഷകരായിട്ട് പങ്കെടുക്കുന്ന 2 പേര് ഉയർത്തിയിട്ടുള്ള ചില വാദങ്ങളുണ്ടല്ലോ, അതിനോട് മറുപടി പറയണമെന്ന് തോന്നുന്നു. കാരണം 2 പേരും BJPയുടെ വക്താക്കൾ എന്നുള്ള നിലയിലാണ് അവരുടെ സംസാരം 2 പേരുടെ ഉണ്ടായിട്ടുള്ളത്. 2 പേരും പറയാൻ ശ്രമിച്ചത് ബീഹാറിൽ എന്തോ വലിയ വികസനം നടക്കുന്നു, ആ വികസനത്തിൻ്റെ ഒരു അജണ്ടയിലാണ് ഈ വിജയം സാധ്യമായിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ്. ബീഹാർ ഇന്ന് നീതി ആയോഗിൻ്റെ കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള നാടിൻ്റെ പേര് ബീഹാർ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിരക്ഷരരുള്ള ഇല്ലിറ്ററസിയുള്ള 2ാമത്തെ നാടിൻ്റെ പേര് ബീഹാർ എന്നുള്ളതാണ്. അതേ ബീഹാറിലാണ് ഈ മാസങ്ങൾക്ക് മുമ്പ് ഒരു കണക്ക് വന്നത്, 100 കണക്കിന് സ്കൂളുകളിൽ ബിൽഡിംഗ് ഇല്ല. അതായത് സ്കൂളിന് ബിൽഡിങ്ങേ ഇല്ലാത്ത സ്കൂളുകൾ പേപ്പറിൽ നിലനിൽക്കുന്ന സ്ഥലമാണ് എന്നുള്ളത്. 20,000-ഓളം സ്കൂളുകളിൽ ഇലക്ട്രിസിറ്റി എത്താത്ത നാടാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്. സ്കൂളുകളിൽ പ്രാഥമികമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ ഒക്കെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ ദാരിദ്ര്യവും വികസനമില്ലായ്മയും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് ബീഹാർ എന്ന് പറയുന്നതിൻ്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ട് പോയി നേരത്തെ ഇപ്പൊ ഈ ഗ്യാസ് കണക്ഷന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഈ കൊടുത്തിട്ടുള്ള ഗ്യാസുകൾ മുഴുവൻ അവിടെ ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനുള്ള ഒരു ടേബിളൊക്കെ പോലെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ കണക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വീടുകളുടെ ചിത്രം കണ്ടു. ഈ വീടുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് തേച്ചിട്ടില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത, വാതിലുകളില്ലാത്ത,
അതായത് കുറച്ച് കട്ടകൾ മാത്രം വെച്ചിട്ടുള്ള എപ്പോഴും വീണു പോകാൻ വേണ്ടി പറ്റുന്ന ചിത്രത്തിലുള്ള വീടുകളുടെയൊക്കെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നുമല്ല അവിടെ ഇങ്ങനെ ദാരിദ്ര്യം നിറഞ്ഞിരിക്കുന്ന, ഇങ്ങനെ ജനങ്ങൾ ദുരിതത്തിൽ ആഴ്ന്നിരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ഈ പറഞ്ഞ 10,000 രൂപയുടെ ഈ ധനസഹായത്തിലോടുകൂടി ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയിട്ട്, ഒരു എഞ്ചിനീയറിംഗ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത്. ഇത് വളരെ കൃത്യമായിട്ടും ഗവൺമെന്റിനെ ഉപയോഗിച്ച്, സംവിധാനങ്ങൾ ഉപയോഗിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശബ്ദമാക്കിക്കൊണ്ട് അവരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ടോയ്ലറ്റുകളുടെയൊക്കെ കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഞാനതുകൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ആ സമയത്ത് മലയാളി പത്രപ്രവർത്തകർ ബീഹാറിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെ ബീഹാർ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്നു എന്നുള്ളത്. രണ്ട് നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ അതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനൊന്നും വലിയ സമയം ഉപയോഗിക്കൊന്നും ചെയ്തില്ല. ആകെ കാര്യം പറഞ്ഞൊരു കാര്യം കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഐക്യമുണ്ടായിട്ടില്ല, അത് യാഥാർത്ഥ്യമാണ്. CPM നേതൃത്വം എങ്ങനെയാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ CPM? അതെ അത് ഞാൻ വരാം, മനസ്സിലായി സ്മൃതി, മതി. അതെ സ്മൃതി, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതെ കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോയിട്ട് കേരളത്തിലെ മുഴുവൻ നിയമസഭയെയും കൂട്ടിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളോടെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു സമരം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ കൂടെ ചേരാതിരുന്നത്? അന്നുയർത്തിയ വിഷയം എങ്ങനെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ കഴുത്ത് ഞെരിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്നുള്ള, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഫെഡറലിസത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നുള്ള, ഭരണഘടന എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ള, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയൊരു സമരത്തിന് ആരംഭം കുറിച്ചതാരാ? അത് കേരളമായിരുന്നു. അതിന്റെ മുന്നിൽ കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഇനി വേണ്ട ആ സമരത്തിൽ ചേരണം എന്ന് പറയുന്നില്ല, ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ സമരം നടത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ പരിവാര വിരുദ്ധ സമരത്തിന്റെ നേതൃത്വമാണ്, ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിന്റെ നേതൃത്വമാണെങ്കിൽ എന്തിനാ കേരളത്തിൽ വന്നിട്ട് നിങ്ങളുടെ ഈ സമരം നയിക്കുന്ന നേതാക്കന്മാർ എന്തിനാ കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തോട് മത്സരിക്കുന്നത്? ഇങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ടും തിരിച്ചു ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യം എന്താ? ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യമായിട്ട് മത്സരിക്കുമ്പോൾ 11 സീറ്റിൽ എങ്ങനെയാണ് സ്മൃതി 11 സീറ്റിൽ ആ സ്വന്തം സഖ്യത്തിലെ ആളുകൾക്കെതിരായിട്ട് മത്സരിക്കുന്നത്? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ 71 സീറ്റ് വാശി പിടിച്ചു വാങ്ങിയതല്ലേ കോൺഗ്രസ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 5 വർഷം മുമ്പ് ബീഹാറിൽ 16 സീറ്റാണെന്ന് കോൺഗ്രസിന് ജയിക്കാൻ വേണ്ടി പറ്റിയത്. ഇത്തവണ 61 സീറ്റിൽ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എത്ര സീറ്റാണ് ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്? ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണ്ടേ? ഒരു സഖ്യമായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ അതിനകത്തുണ്ടാകേണ്ട ഒരു തമ്മിലുള്ള ഒരു ഐക്യം, അതിനോട് പുലർത്തേണ്ട ഒരു സത്യസന്ധത, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇല്ലേ? സ്വന്തം മത്സരിക്കുന്ന മുന്നണിയിലെ ആളുകൾക്കെതിരായിട്ട് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞിട്ട് ആളുകളെ മത്സരിപ്പിച്ച് ആ സീറ്റ് പരാജയപ്പെടുത്തിയിട്ടാണോ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്? അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ബീഹാറിലെ ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ വിഷയങ്ങൾ അത് ചർച്ചയാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരുത്തണം. അത് തിരുത്താതെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങളുടെ വിശ്വാസത്തെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ശരി, ഇപ്പോൾ നിതീഷ് പറഞ്ഞതിനോട് അനൂപിന് മറുപടി നൽകാം. സ്മൃതി, എനിക്ക് അധികമൊന്നും പറയാനില്ല. ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തോട് പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പ്രതികരിച്ചു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അതിന് പറയുന്ന മറുപടി എന്താ? പണ്ട് ഞങ്ങൾ സമരം നടത്തിയപ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഐക്യമുണ്ടെങ്കിൽ എന്തിനാ കേരളത്തിൽ ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നത്? അത് ആളുകൾക്ക് ബോധ്യമാവും. ഞാൻ വളരെ കൃത്യമായൊരു കാര്യം പറയുന്നത്, ഇന്ത്യയിൽ ഇന്ന് CPM സംബന്ധിച്ച് ഏറ്റവും തലപ്പൊക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന നേതാവ് എന്ന് പറയുന്നത് അവരുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധി ഇത്ര സുപ്രധാനമായൊരു വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും, സ്റ്റാലിൻ ഉൾപ്പെടെ, മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതികരിച്ചപ്പോൾ അവരുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ മൗനത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ആ മൗനം ഉണ്ടായില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. അതിന് പകരം അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല, ഞങ്ങളുമായി നിങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് ബീഹാറിൽ ഞങ്ങൾ നടത്തിയ ഇതിലുള്ള പ്രശ്നങ്ങൾ, ഞാൻ ഉന്നയിച്ച
ഉന്നയിച്ച ചോദ്യം അതേപടി അവിടെ നിലനിൽക്കുന്നു. അത് വളരെ കൃത്യമാണ്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. പിണറായി വിജയന്റെ മൗനം എന്ന് പറയുന്നത് CPM സംബന്ധിച്ച് CPM എല്ലാ നേതാക്കന്മാരും പ്രതികരിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരിൽ പലരും ആർജവത്തോടുകൂടി പ്രതികരിച്ചപ്പോൾ പിണറായി വിജയന്റെ നിശബ്ദത അടയാളപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിതീഷ്, വേഗം ഒരുമിച്ച് ആശങ്കപ്പെടേണ്ട സമയമാണ്. പക്ഷേ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ കോൺഗ്രസിന്റെ വൻ വീഴ്ച നിങ്ങൾ ഒരു പ്രചാരണ വിഷയമാക്കുമോ? അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാദത്തോട് ഞാൻ തന്നെ മറുപടി ഞാൻ പറയാം. പിന്നെ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് തീവ്ര പരിശോധനയിലോടുകൂടി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. നവംബർ മാസം 5-ാം തീയതി ഇപ്പോഴൊന്നല്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾ പറയുന്ന ഒരു പത്രസമ്മേളനത്തിൽ ഏതെങ്കിലും വാചകം എടുത്തിട്ടല്ല അനൂപ് ഇതിനെ വിശദീകരിക്കേണ്ടത്. അനൂപ് പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. പിണറായി വിജയൻ വളരെ പ്രധാനപ്പെട്ട രാജ്യം ഞെട്ടിയ തെളിവിൽ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ സമരത്തിൽ തന്നെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുമുണ്ട്, പങ്കെടുത്തിട്ടുമുണ്ട്. ഒരുമിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സമയം കഴിഞ്ഞതുകൊണ്ടാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് VR അനൂപ്, ഡോക്ടർ നിതീഷ് നാരായൺ, AK അനുരാജ്, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.